കൂട്ടുകാരെ, പഞ്ചാഗ്നിയിലൊടുവിൽ നമ്മുടെ അമൃതയും സുമേഷും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതേ പ്രേക്ഷകർ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ അമൃത രണ്ടും കൽപ്പിച്ച് നമ്മുടെ അമ്മാവനെ കാണാൻ വരികയും അവിടെ വെച്ച് നമ്മുടെ സുമേഷും അംബികയും ഒക്കെ ആയിട്ട് ഒരു ഏറ്റുമുട്ടൽ തന്നെ നടക്കുന്നുണ്ട്. ആകാശം ഉണ്ടാകട്ടെ. അപ്പം നമ്മുടെ സുമേഷ് നമ്മുടെ അമൃതയെ വെല്ലുവിളിക്കുന്നുണ്ട്. നീ ആർക്ക് വേണ്ടിയാണോ ഈ ജീവിതം വേണ്ടാന്ന് വെച്ചത്, അവർ തന്നെ നിന്നെ അവസാനം പുറംകാല് കൊണ്ട് ചവിട്ടി തള്ളും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുമേഷ് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അമൃത പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എല്ലാം ബോധ്യമായി എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണ് എന്നെ ചതിക്കുന്നത് എന്നൊക്കെ എല്ലാം ബോധ്യമായി എന്നുള്ള രീതിയിൽ നമ്മൾ അമൃതയും സംസാരിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ അമൃത ആനകയും കൂട്ടി നമ്മുടെ വിവേകിൻ്റെ അടുത്തേക്ക് പോകുന്നൊരു രംഗം കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വിവേകിന് പൂർണ്ണമായിട്ട് വിശ്വാസമായി, നിങ്ങളുടെ കല്യാണം എത്രയും വേഗം നടത്താനാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ നമ്മുടെ അമൃത നമ്മുടെ വിവേകിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ വിവേകിൻ്റെ അടുത്ത് നാണത്തോടുകൂടി ചിരിച്ച് നിൽക്കുന്ന ഒരു രംഗം നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ മഹേന്ദ്രൻ കട്ട പ്ലാനിങ് ആയിട്ട് നമ്മുടെ അമൃതയുടെ ഒരു പ്രണയം പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മുടെ കലാവതിയോട് പറയുന്നുണ്ട്, ചേച്ചി നോക്കിക്കോ, നാളെ അമൃത പച്ചക്കറി മേടിക്കാൻ മാർക്കറ്റിൽ പോകുമ്പോൾ ഞാനൊരു മാസ് എൻട്രി അമൃതയ്ക്ക് മുന്നിൽ നടത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കലാവധി ഭയങ്കരമായിട്ട് ചിരിക്കുന്നൊക്കെയാണ് കേട്ടോ. ശേഷം മഹേന്ദ്രൻ്റെ പ്ലാൻ വേറൊന്നുമല്ല, വേറൊരാളെ വിട്ട് നമ്മുടെ അമൃതയെ ഉപദ്രവിക്കാൻ വിടുന്നുണ്ട്, വേറൊരാളെ അമൃതയ്ക്ക് അരികിലേക്ക്. ശേഷം അവിടെ രക്ഷകനായിട്ട് നമ്മുടെ മഹേന്ദ്രൻ അവതരിക്കുന്നു. അതാണ് നമ്മുടെ മഹേന്ദ്രൻ്റെ പ്ലാൻ. അങ്ങനെ അമൃതയ്ക്ക് ഉള്ളിലേക്ക് പതുക്കെ കടന്ന് എന്താ പറയുക കയറിക്കൂടാനുള്ള ഒരു പദ്ധതിയിൽ തന്നെയാണ് നമ്മുടെ മഹേന്ദ്രൻ. എന്താകും സ്ഥിതി? നമ്മുടെ അമൃത ഇനി ആരെയായിരിക്കും വിശ്വസിച്ച് പ്രണയിക്കുക, ആരെയായിരിക്കും സ്നേഹിക്കുക? നമ്മുടെ അഭിമന്യുവിനെ തന്നെ ആകട്ടെ. നമ്മുടെ മഹേന്ദ്രൻ്റെ ഫലിയിലെങ്ങാനും ചെന്ന് ചാടി പിന്നെ തീർന്ന് അല്ലേ, പഞ്ചാഗ്നെ പൂട്ടിക്കെട്ടേണ്ട ഒരു അവസ്ഥ തന്നെ ഉണ്ടാവും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.